ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചയും പരാജയവുമൊക്കെ വികൃതമാക്കി ചിത്രീകരിച്ച് ചില നേതാക്കന്മാരെ കോർണർ ചെയ്തുകൊണ്ട് ഒരുപാട് കുപ്രചരണങ്ങൾ ജില്ലയിൽ പലയിടത്തുമായി നടക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ ചുറ്റും പോസ്റ്റർ ഒട്ടിക്കുക, പാർട്ടിയുടെ പല ഓഫീസുകൾക്ക് മുമ്പിലും രാത്രി കാലങ്ങളിൽ പോയി പോസ്റ്റർ ഒട്ടിക്കുക. ഇത് ചെയ്തത് മുഴുവൻ പാർട്ടി പ്രവർത്തകരാണെന്നില്ല. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മറ്റു പലരും കോൺഗ്രസ് പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി വളരെ മോശമായി ചില നേതാക്കന്മാരെയൊക്കെ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത് കർശനമായിട്ട് നിയന്ത്രിക്കാനും നിരോധിക്കാനും ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഭാഗത്ത് പോലും അത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകരുതെന്ന് വളരെ ശക്തമായ നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നേതാക്കന്മാരെ തെറ്റായി മോശമായും ഒക്കെ ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്തിയിട്ടുള്ള ചില ആളുകൾ, അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുമല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഇതുപോലെ പരസ്യമായി പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. അവർ പ്രചരിപ്പിച്ചതെല്ലാം കൃത്യമായി രേഖാസഹിതം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഇട്ട സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ ഇട്ടിട്ടുള്ളവർ 24 മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. ഇത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേതൃത്വത്തോടും അത് ഉപസമിതിയോടുമൊക്കെ പറയാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് എത്ര വലിയ നേതാവാണെങ്കിലും പിന്തുണ നൽകിയാൽ അവർക്കെതിരായുള്ള റിപ്പോർട്ടും AICC നേതൃത്വത്തിന് നൽകാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത്. പെട്ടെന്നുണ്ടായ തിരിച്ചടി കുറച്ച് പേർക്ക് പ്രകോപിതമായി നടത്തിയ ഒരു ചെറിയ സംഘർഷവും കയ്യേറ്റവും വളരെ അപലപനീയമാണ്. അതിന് തുടക്കത്തിൽ തന്നെ KPCC നടപടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക രാഹിത്യവും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഒരു നേതാക്കന്മാരും മറ്റൊരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ ഒരു കാരണവശാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണ സമ്മതത്തോടുകൂടി സീനിയർ നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അനിഷ്ടമായിട്ടുണ്ടായ സംഭവങ്ങളെ അപലപിക്കുകയും അതൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല. അത് ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഇതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയുള്ളത്. അപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും പ്രകോപിതരാകേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടത് തൃശ്ശൂരിന് മാത്രമല്ല, കേരളത്തിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് എന്നെ ചുമതലപ്പെടുത്തിയതും.